ഹജ്ജ് കർമ്മങ്ങൾക്കായി നാളെ 20 ലക്ഷത്തിലേറെ ഹാജിമാരെത്തുന്നത് മിനായിലേക്കാണ്. തമ്പുകളുടെ നഗരിയായ മിന ഓരോ വർഷവും മാറ്റങ്ങൾക്ക് വിധേയമാകും. ഈ വർഷം മിനായിൽ തമ്പുകളുടെ രൂപം തന്നെ മാറിയിട്ടുണ്ട്. ഇവിടെ ഹാജിമാർക്കായി എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് നോക്കാം. ഹജ്ജ് കർമ്മങ്ങൾക്കായി ഹാജിമാർ നാളെ മിനായിലേക്ക് എത്തുകയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി മിന ഹാജിമാരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇത്തവണ മിനായിലുള്ള സൗകര്യങ്ങൾ എന്തെല്ലാമാണ്, ഹാജിമാർക്ക് മിന കാത്തുവച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇത്തവണയും കനത്ത ചൂടിലാണ് ഹാജിമാർ മിനായിലേക്ക് എത്തുന്നത്. ഇവിടെ കാണാം, ഹാജിമാർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളമെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്ന മുഴുവൻ ഭാഗങ്ങളിലും ഹാജിമാർക്ക് സമാനമായ രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇന്ത്യക്കാർക്കുള്ള ഹജ്ജിൻ്റെ തമ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഹാജിമാർക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയും. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില പ്രത്യേക സൗകര്യങ്ങൾ കൂടി ഇത്തവണ വന്നിട്ടുണ്ട്. അതിലേക്ക് വിശദമായിട്ട് പോവുകയാണ്. അതിൽ ഒന്നാമത്തേത് ഈ സോഫ ബെഡുകളാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഇരിക്കേണ്ട സമയത്ത് സോഫയാക്കിയിട്ട് മാറ്റാനാകും, കിടക്കേണ്ട സമയത്ത് ബെഡാക്കിയിട്ട് മാറ്റുവാനും സാധിക്കും. അതോടൊപ്പം ഹാജിമാർക്ക് ആവശ്യമായിട്ടുള്ള പുതപ്പും തലയിണയും ഇതോടൊപ്പം തന്നെ സൗകര്യപ്രദമായി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മിനായെക്കുറിച്ച് കേൾക്കുന്ന കാലം മുതലേ കേൾക്കുന്നതാണ് മിനായിലെ തമ്പുകൾ എന്നുള്ളത്. ആ തമ്പുകൾ പല രൂപത്തിൽ കോലം പിൽക്കാലത്ത് മാറിയിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ പണ്ടൊക്കെ ഹാജിമാർ തുണി കൊണ്ടായിരുന്നു തമ്പുകൾ കെട്ടിയിരുന്നത്. പിന്നീട് തീപിടുത്തമൊക്കെ ഉണ്ടായ സമയത്ത് ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ തീ പിടിക്കാത്ത തരത്തിലുള്ള തമ്പുകളായിട്ട് പിന്നീട് മാറി. ഇപ്പോഴത്തെ പ്രധാന മാറ്റമാണ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഇത് ജിപ്സം ബോർഡാണ് ഇത്തവണ ഹജ്ജിൽ ഹാജിമാർക്കായിട്ട് ഉപയോഗപ്പെടുത്തില്ല. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അകത്ത് വലിയ തോതിൽ തണുപ്പ് നിലനിർത്തുവാൻ സാധിക്കും. നമുക്കിതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നേരത്തെ ഉണ്ടായിരുന്ന കൂളർ ഫാനിന് പകരം AC ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പ്രൈവറ്റ് സ്വഭാവത്തിലൊക്കെ വരുന്ന ഹാജിമാർക്ക് മാത്രമായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാ വിഭാഗത്തിലും, സർക്കാർ വിഭാഗത്തിലും എല്ലാ വിഭാഗത്തിലും സമാനമായ രീതിയിൽ തന്നെ സൗകര്യങ്ങൾ വരികയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ രൂപത്തിൽ ഓരോ ഭാഗത്തും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോ തമ്പുകൾ, ഇപ്പോൾ ഒരു തമ്പാണ്, രണ്ടാമത്തെ തമ്പ് തൊട്ടിപ്പുറത്തുണ്ട്. അപ്പോൾ തമ്പ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇപ്പോൾ മാറി മാറി വരികയാണ്. മിനായിൽ നമുക്കറിയാം ആയിരക്കണക്കിന് തമ്പുകളുണ്ട്. അപ്പോൾ ഈ ഒരു തമ്പിനകത്ത് തന്നെ 100 കണക്കിന് പേർക്ക് ഒരേ സമയം ചിലവഴിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ തമ്പുകളുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഷട്ടറുകളുണ്ട്. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അറകളായിട്ട് ഈ മിനായിലെ തമ്പുകൾ മാറും. അപ്പം സ്ത്രീകളൊക്കെ ഉള്ള സമയത്ത് സ്ത്രീകൾക്ക് ഇത് താഴ്ത്തിയിട്ടുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ആ ഭാഗത്ത് തങ്ങാം. മുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ അവരുടെ ലഗേജും മറ്റൊക്കെ സൂക്ഷിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഹാജിമാർക്കൊക്കെ എപ്പോഴും സംശയമുണ്ടാകുന്ന കാര്യമാണ്, മിന പോലെയുള്ള 20 ലക്ഷത്തോളം ഹാജിമാർ തങ്ങുന്ന സമയത്ത് അവിടെയൊക്കെ ഈ മൊബൈൽ ചാർജർ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കുള്ള സംശയത്തിനുള്ള ഉത്തരം കൂടിയാണിത്. ഈ രൂപത്തിൽ ഈ തമ്പുകളുടെ ഒരുപാട് ഭാഗത്ത് നിരവധി മൊബൈൽ ചാർജിങ് സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഹാജിമാർക്ക് ഭൗതികമായ ഇവിടെ സാധ്യമാകുന്ന പരമാവധി സൗകര്യങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഓരോ വർഷവും സൗകര്യങ്ങളുടെ സ്വഭാവം മാറുകയാണ്. അടുത്ത വർഷം ഇതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യമായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ബെഡ് എങ്ങനെയാണ് ഹാജിമാർ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ബെഡിന് മുകളിലും ഇതുപോലെ തന്നെ ഒരു പുതപ്പ്, തലയിണ, അതോടൊപ്പം ഹാജിമാർക്ക് തങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഈ സോഫ ഇതുപോലെ തന്നെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ബെഡായിട്ട് മാറും. ഇവിടെ തലയിണയുണ്ട്, ചാരി ഇരിക്കണമെങ്കിൽ ചാരി ഇരിക്കാം. തിരികെ ആളുകൾ രാത്രിയൊക്കെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നേരെ തിരിച്ച് ഇതിട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന സമയത്തോ ഒക്കെ അവർക്ക് തിരിച്ച് ഇതുപോലെ തന്നെ രൂപത്തിൽ ചെയറായിട്ടും തമ്പുകൾ യൂസ് ചെയ്യാം. മുമ്പൊക്കെ നമുക്കറിയാം ചെറിയ കട്ടി കുറഞ്ഞ ബെഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറി കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യത്തിലേക്ക് മാറുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും തിങ്ങി നിറഞ്ഞായിരിക്കും ഓരോ തമ്പുകളും ഉണ്ടാവുക. അത് മിനായിലെ പ്രത്യേകതയാണ്. കാരണം ഈ ഒരു കുറഞ്ഞ സ്ഥലത്തിനകത്ത് 20 ലക്ഷത്തോളം ഹാജിമാരെത്തുന്ന ഒരു ഇടം കൂടിയാണ് മിന എന്നറിയപ്പെടുന്നത്. ഹജ്ജിൻ്റെ ആദ്യ ദിനത്തിൽ, അതായത് ഞായറാഴ്ച വൈകിട്ട് ഹാജിമാർ ഇങ്ങോട്ടെത്തും. തമ്പുകളോട് ചേർന്ന് തന്നെയാണ് അടുക്കള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹാജിമാർക്ക് ഭക്ഷണം ഒരുക്കുവാനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. نفس الشيء بس اللهم جابوا إضافات جديدة، أشياء جديدة، ولا كل سنة إن شاء الله متفوقين أحسن من قبل بإذن الله.
إن شاء الله الطعام في نفس الوقت اللي تبغوه أنتم فطور ثلاثة فطور وغدا وعشاء. في 3 وجبات طبعا للحجاج الفطور وغدا وعشاء. طبعا نحاول نقدم لهم أفضل الوجبات من ناحية الجودة والتخزين والإعاشة. إن شاء الله كل الأمور ماشية في السليم. എത്രയെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയാലും ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളിലും ഈ ക്ഷമയും കാത്തിരിപ്പും വിശ്വാസിക്ക് വേണ്ടിവരും. ഭൗതികമായി അതിൽ പ്രയാസം അനുഭവിക്കാതിരിക്കുവാനുള്ള സൗകര്യങ്ങളാണ് ഭരണകൂടം ഒരുക്കുന്നത്. ആത്മീയമായി അത് നേരിടുവാനും ഒപ്പം തന്നെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കുവാനുമുള്ള തയ്യാറെടുപ്പിലാണ് ഹാജിമാർ. മിനായിൽ നിന്നും സാബിർ സലീമിനൊപ്പം മഫ്താബുർ റഹ്മാൻ, മീഡിയ 1.